അമ്മ സംഘടനയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ അംഗം രാജിവെച്ച് അല്ലെങ്കിൽ 17 അംഗങ്ങളോളം രാജിവെച്ച് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ രാജിവെച്ചപ്പോൾ ആരാണ് ഇനി പകരക്കാരെന്ന് നോക്കുമ്പോൾ ഗണേഷ് കുമാർ, അതുപോലെ തന്നെ ബാബുരാജ്, സിദ്ദിഖ്, പിഷാരടിയുടെ നേതൃത്വത്തിലാണ്. പക്ഷേ ഇവരെയൊക്കെ കാണുമ്പോഴാണ് ആദ്യം അമ്മയിൽ പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണമായ ഒരു പേരാണ് ഈ ഗണേഷ് കുമാർ, അതിജീവിതയുടെ പ്രശ്നത്തിൽ. ഇവര് തന്നെ ഇതേ നേതൃത്വത്തെ നയിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഇപ്പൊ സംഘടനയിൽ ഉണ്ടാവുന്നത്? അല്ല, അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ മാറ്റമുണ്ടെന്ന് ഞാൻ ധരിച്ചില്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പുതിയ കമ്മിറ്റി വന്ന സമയത്തും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. എനിക്ക് അതിനകത്തൊരു മാറ്റം സത്യത്തിൽ തോന്നിയിട്ടില്ല. രണ്ട് തരത്തിലാണ്. കാരണം നമുക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും പരാതി പറയാൽ, കുറ്റം പറയൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഉം. ശ്വേതാമേനൻ ഒരിക്കലും നല്ല നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുക്കു പരമേശ്വരൻ നല്ല നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറയുന്ന ചില ആളുകൾ നേതൃത്വത്തിൽ വരുന്ന സമയത്ത് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കാണോ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇവർക്ക് മാത്രമാണ് താൽക്കാലിക നേട്ടം എന്നുള്ളതാണ് വിഷയമുള്ളത്. അത് ആ താൽക്കാലിക നേട്ടത്തിൻ്റെ ആയുസ് വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. ഈ അടിച്ചു പിരിഞ്ഞത് ശ്വേതാമേനും കുക്കു പരമേശ്വരനും തമ്മിലാണ്. വേറെ ആരും ആയിരുന്നില്ല അതിനകത്ത്. അതിനകത്ത് ഗണേഷ് കുമാർ ഉണ്ടായിരുന്നില്ല. അതിനകത്ത് പിഷാരടി ഉണ്ടായിരുന്നില്ല. അതിനകത്ത് മറ്റേ വേറെ മറ്റുള്ള ഒരു സിനിമാ താരങ്ങളുണ്ടായിരുന്നില്ല. അടിച്ചു പിരിഞ്ഞ് ഇവർ തമ്മിലാണ്. ഇവരുടെ കെടുകാര്യസ്ഥതയാണ്, ഇവരുടെ കഴിവില്ലായ്മയാണ്, ഇവരുടെ വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയാണ്, ഇവരുടെ ഈഗോയാണ് പ്രശ്നം. ഇതിൻ്റെ പുറത്ത് ഇവർ പിന്നെ പ്രശ്നങ്ങളുടെ വിഷയം കണ്ടെത്താൻ പരിശ്രമിക്കുന്നത് ഉചിതമല്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന അഡ്ഹോക് കമ്മിറ്റിയെ സംബന്ധിച്ച് ആരോപണം ഇന്നലത്തിന് ശ്വേതാമേനൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഉം. കാരണം കളങ്കിതരായിരിക്കുന്ന ചില ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നുള്ള മട്ടിലാണ് അവരുടെ സംസാരവും അവർ ബോഡി ലാംഗ്വേജൊക്കെ അത്തരത്തിലാണ്. ഇവിടെ ശരിയാവാം. ഇപ്പം എനിക്ക് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് കേട്ടറിവ് വെച്ചിട്ട് അത്ര നല്ല ലക്ഷണം തോന്നിയിട്ടില്ല. അപ്പോൾ അവരതിനെക്കുറിച്ചും തോന്നിയിട്ടില്ല. മറിച്ച് കഴിഞ്ഞ സമിതി പിരിച്ച് പുറത്തു പോകേണ്ട സാഹചര്യങ്ങൾ പ്രധാനമായിട്ട് ഈ 2-3 പേരുണ്ടായിരുന്നു എന്നുള്ളതും അതെ. വസ്തുതയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് വ്യക്തികളുടെ ഈഗോയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ഇത് ഈഗോയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അവിടെ സംഘടനാ പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അവിടെയായിരുന്നു ഒരുപക്ഷെ ഇന്നസെന്റിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സവിശേഷത. അത് ആ സമയത്ത് ഉം. അതാണ്. അല്ലെങ്കിൽ മറ്റേ വേറെ ആളുടെ ഇടയ്ക്ക് ആദ്യകാല സെക്രട്ടറി ഉണ്ടായിരുന്നു, ഞാൻ പെരിയാൻ പെട്ടെന്ന് മറന്നുപോയി. ബാബു ബാബു ഇടവേള ബാബു. ഇടവേള ബാബു. ഇടവേള ബാബുവിനൊക്കെ നല്ല സംഘടനാ ശക്തിയുണ്ട്, കഴിവുണ്ട്. ഉം. ഈ സംഘടനാ കഴിവുകൾ ഇല്ലാത്ത ആളുകൾ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള വ്യക്തിയുടെ പേരിന്റെ പേരിൽ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേർന്ന് അത് സാഹിത്യരംഗത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്, രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ രംഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന സ്ഥലത്തൊക്കെ വ്യക്തികളുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു സ്ഥാനത്ത് വന്നു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് അവർക്ക് ഭരിക്കാൻ സാധ്യമല്ല. അവർ ഉം. സംഘടനാ ശേഷി താരതമ്യേന കുറവാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെങ്കിൽ അവരുടെ താല്പര്യങ്ങളാണ്, അവരാണ് ഏറ്റവും വലിയ ഹീറോ എന്നുള്ള മട്ടിലാണ് അവർ പ്രവർത്തിക്കുക. ഞാൻ മാത്രമാണ് സത്യസന്ധ, ഞാൻ മാത്രമാണ് ധീര, ഞാൻ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളത് എന്ന് മട്ടിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരെല്ലാം കഴിവ് കുറഞ്ഞവരാണ് സത്യത്തിൽ. കാരണം കഴിവുള്ളവനെ സംബന്ധിക്കുന്നത്, കഴിവുള്ളവൻ ബാക്കിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് മറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ശ്വേതാമേനാണെങ്കിലും അല്ലെങ്കിൽ ഇവര് കുക്കു പരമേശ്വരൻ അടക്കമുള്ള ആളുകൾ, അവർക്കൊരു വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല. ആ ഉം. ഒരു വിഷയങ്ങൾ റേസ് ചെയ്യുന്ന ആളുകളാണ്. വിഷയങ്ങൾ റേസ് ചെയ്തോട്ടെ, തെറ്റൊന്നുമില്ല. വിഷയങ്ങൾ റേസ് ചെയ്യുന്ന ആളുകളും സമൂഹത്തിൽ വേണം. വിഷയങ്ങൾ പരിഹരിക്കുന്ന ആളുകളും വേണം. ഇപ്പം തന്നെ ചില ആളുകൾ വിഷയങ്ങൾ നിരന്തരമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ടിനി ടോമിൻ്റെ പോലുള്ള ആളുകൾ. ഈ പറയുന്ന ആളുകൾ നല്ല ഭരണാധികാരികളാവാൻ വഴിയില്ല. ഇപ്പോഴും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നവരല്ല, മറിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് കപ്പാസിറ്റി ഉള്ളത്. അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് വലിയ കോടിക്കണക്കിന് റുപ്യയുടെ വരുമാനമുള്ള പ്രസ്ഥാനമാണ്. നിരവധി ആളുകളുടെ വലിയ 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 ആളുകൾക്ക് അംഗത്വം എടുത്തിരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനകത്തൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തെ ഇവർക്ക് കൃത്യമായിട്ട് ഇവർക്ക് ബോധ്യം വരണം. അതിനെക്കുറിച്ച് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുണ്ടായിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഇന്ന് മോഹൻലാൽ പറഞ്ഞെന്താ? മോഹൻലാൽ പറഞ്ഞത് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് അത് പെട്ടെന്ന് നശിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം അമ്മയ്ക്ക് നാശമില്ല. അമ്മയ്ക്ക് നാശമില്ല എന്ന് പറയാനുള്ള കാരണം പ്രധാനമായിട്ട് അമ്മയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകം, അത് ഇവിടുത്തെ കലാകാരന്മാരുടെ ഉയർച്ചയാണ് അതിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. ഈ കലാകാരന്മാരുടെ ഉയർച്ച എന്ന് പറയുന്ന സമയത്ത് ഇത് ആര് പ്രസിഡന്റ് ആര് സെക്രട്ടറി എന്നുള്ളതിലല്ല വരുന്നത്. മറിച്ച് ആര് സെക്രട്ടറി ആയാലും ആര് പ്രസിഡന്റ് ആണെങ്കിലും അമ്മയിൽ കൂടി സാധിക്കേണ്ടത് സാധാരണ കലാകാരന്മാരായിരിക്കുന്ന ഇല്ലെ അമ്മയുടെ അംഗത്വം എടുത്തിരിക്കുന്ന ഈ ആളുകളുടെ ഉന്നമനമാണ് ലക്ഷ്യം. ഈ ഉന്നമനത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നത് എനിക്ക് പലപ്പോഴും ശ്വേതാമന് പറ്റുമെന്ന് എനിക്കറിയില്ല.
കാരണം ശ്വേതാമിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, കുക്കു പ്രവേശന് അവരുടെ താല്പര്യങ്ങളുണ്ട്, മറ്റ് പല നടിമാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ നടന്മാരെ സംബന്ധിച്ചും ഒക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഏറെയുള്ള ആളുകൾക്കൊന്നും ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് അത് എപ്പോഴും ത്യാഗത്തിന്റെ ഒരു ശീലം ഉണ്ടാവണം, ഒരു ത്യാഗത്തിന്റെ ലക്ഷണം ഉണ്ടാവണം, ഒരു ത്യാഗത്തിന്റെ പരിവേഷം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ആളുകൾക്ക് എവിടെയാണ് ത്യാഗമുള്ളത്? ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവര് എന്ത് കിട്ടിയാലും ഇവർക്ക് അതെല്ലാം കൂടി ഞാൻ കാരണം അതൊക്കെ വന്നത് ഇതിന്റെ എല്ലാത്തിനെയും ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ പലരും. ഇവരുടെ തർക്കം വരുന്ന അവിടെയാണ്. ഈ പറയുന്ന പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ തമ്മിലുള്ള തർക്കം വരുന്നത് ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തർക്കമാണ്. ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തർക്കത്തിനപ്പുറത്ത് ആര് വേണമെങ്കിലും ക്രെഡിറ്റ് എടുത്തോളൂ, എനിക്ക് വിരോധമില്ല, പക്ഷെ മറിച്ച് എനിക്ക് വലുത് പ്രസ്ഥാനമാണെന്നുള്ള സങ്കല്പം, ഈ സങ്കല്പം അമ്മയിൽ നിലവിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. തീർച്ചയായും. പക്ഷെ ഇവര് പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പരിശോധിച്ചേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ബാബുരാജ് വന്ന് പറഞ്ഞതാണെങ്കിലും ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അപ്പൊ ഇവരൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ നമുക്ക് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട കേസിലാണ് അമ്മയ്ക്കകത്ത് ഇത്രയധികം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്, നമ്മളൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോകുന്ന രീതിയിൽ സിദ്ദിഖിനെതിരെ വരുന്നു. ഇപ്പോൾ രഞ്ജിത്തിന്റെ ഒരു ലൈംഗിക അതിക്രമണ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തെളിവുണ്ടെന്നാണ് പറയുന്നത് ഈ സംവിധായകൻ. അപ്പോൾ അതുപോലെ ഓരോ ആളുകളുടെയും ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ബാബുരാജിന്റെ ഒക്കെ കേസ് അത് കുറ്റാരോപിതരാണെങ്കിൽ പോലും ആരോപിതരായ ആ ഒരു കേസ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ തീവ്രത അല്പം കൂടുതൽ തന്നെയുള്ള കേസുകളാണ്. ഇപ്പൊ ഗണേഷ് കുമാർ, അപ്പോൾ അന്ന് ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വന്ന സമയത്ത് നടിയെ അതിജീവിതയെ അവൾക്കൊപ്പം നിൽക്കാതിരുന്നത് കൊണ്ടാണ് അന്ന് ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെയാണ് WCC ഒക്കെ രൂപീകരിക്കുന്നത്. അന്ന് ദിലീപിന് വേണ്ടി അവിടെ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഗണേഷ് കുമാർ ആയിരുന്നു. ഇന്ന് അതേ ഗണേഷ് കുമാർ തന്നെയാണ് നിങ്ങൾ ആരും ഭരിച്ചാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വീണ്ടും അതേ അധികാരത്തിലേക്ക് അവിടെ വരുന്നത് അതേ ഗണേഷ് കുമാർ തന്നെയാണ്. പിന്നീട് ശ്വേതാ മേനോൻ ഉന്നയിച്ച പ്രധാന ഒരു കാര്യമാണ്, ബാബുരാജ് പറഞ്ഞു ശ്വേതയാണ് അവിടെ ഈ BJPക്കുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്, അവിടുന്ന് സ്ഥാനാർത്ഥികൾക്കായിട്ടുള്ള ഇത് ലോബി, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയുന്നു, ഒരു രാഷ്ട്രീയപരമായി കുറെ വലിച്ചിടുന്നു. അപ്പോൾ ഇത്തരം പ്രസ്താവനകളോട് വരുന്ന സമയത്ത് ഇത് സംഘടന എന്ന് പറയുമ്പോൾ അമ്മയ്ക്കകത്ത് മാത്രം വരുന്നില്ലല്ലോ. ഈ പറയുന്ന കുറ്റങ്ങളാണെങ്കിൽ ഈ ആരോപണങ്ങളാണെങ്കിലും ഒരു പൊതുസമൂഹത്തെ പോലും അതിനെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ? അല്ല, അത് അങ്ങനെ സംഭവിക്കും. ഇപ്പൊ ബാബുരാജിന്റെ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് എടുത്താലേ എനിക്ക് ശ്വേതാമേനോൻ BJP ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ പ്രസ്താവനകളോ അവരുടെ വാക്കോ പ്രവൃത്തിയോ ഒന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നിയിട്ടില്ല. അവരൊന്നാമത്തെ കലാകാരിയാണ്. ഒരു കലാകാരിയുടെ ലക്ഷണമൊത്ത കലാകാരിയുടെ നയപരിപാടികളാണ് അവർ പലപ്പോഴും ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കലാകാരികളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു നല്ല സംഘടനാ പ്രവർത്തകരാകണം നിർബന്ധമില്ല. മറിച്ച് ബാബുരാജിനെ പോലെ ചില ആളുകൾക്ക്, ബാബുരാജിന് കലാകാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, ബാബുരാജിന്റെ സാധാരണ സിനിമയിലുള്ള പോലെയുള്ള ചില നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതൽ ഭൂഷണം. അതുകൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പല കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അഭിപ്രായങ്ങളോട് പലർക്കും യോജിക്കാൻ വളരെ പ്രയാസമാണ്. സമാനം തന്നെയാണ് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചും. ഗണേഷ് കുമാറിന്റെ സ്വഭാവം നമുക്ക് സാധാരണ നാലാളൊത്ത സ്ഥലത്ത് ഗണേഷ് കുമാറിനെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് തോന്നിയിട്ടില്ല. തികച്ചും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആഭാസന്മാരിൽ ഏറ്റവും മികച്ച ആളുടെ പേര് അത് ഗണേഷ് കുമാർ എന്നാന്ന് പറയേണ്ടി വരും. എത്ര കേസുകളാ സ്വന്തം ഭാര്യയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ തല്ലി പാകാക്കിയിട്ടുണ്ട്. അയാൾ പലരും തല്ലിപ്പാകാക്കുന്നു മന്ത്രിയാവുന്ന സമയത്ത്. ഇതൊക്കെ ഒരു സാമാന്യ നീതിക്ക് നിരക്കുന്നതാണോ? അങ്ങനെ ഒരു മന്ത്രിമാർ ആയിരിക്കുന്ന സമയത്ത് പോലും, MLA ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് പോലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലും സ്ത്രീകളിൽ നിന്ന് അടിമേടിക്കുന്ന കാര്യത്തിലും വളരെ മിടുക്കനാണ് ഇയാള് ഗണേഷ് കുമാർ. അപ്പൊ അങ്ങനെയുള്ള അയക്കിനിപ്പോ സംഘടനാ പാഠമുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയില്ല. ഏതാണെങ്കിലും അത്തരം ചില ആളുകളുടെ കയ്യിലേക്കാണ് ഇന്നിപ്പോ അമ്മ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സംശയമില്ല. പക്ഷെ ഏതാണെങ്കിലും അതിന് ഉത്തരവാദി ആരാന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആ കാര്യം സംശയമില്ല. 1ാം സ്ഥാനം ഞാൻ ശ്വേതാ മേനോന് കൊടുക്കും, 2ാം സ്ഥാനം കുക്കു പരമേശ്വരന് കൊടുക്കും. വാസ്തവത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സത്യസന്ധമായ സമീപനം ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം പരസ്പരം. നമ്മളോട് വിട്ടുവീഴ്ച വേണ്ട. കുക്കു പരമേശ്വരന് ശ്വേതാമേനായിട്ട് വിട്ടുവീഴ്ച ചെയ്യണം, ശ്വേതാമേനും കുക്കു പരമേശ്വരനായിട്ട് വിട്ടുവീഴ്ച ചെയ്യണം. ഈ പറയുന്ന ടിനി ടോമിന് എന്ത് കലാകാരത്വം ഉള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വേറെ നടിയുണ്ടല്ലോ, എന്താ ഞാൻ എൻ്റെ പേര് മറന്നുപോയി, മറ്റേ ദൃശ്യത്തിലേക്കുള്ള പെങ്കൊച്ച്, പേര് പറയുന്നില്ല. ഈ പറയുന്ന നടികളടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് പത്രവാർത്തകളുടെ പ്രാധാന്യമാണ് ഇവരുടെ ഘടകം.
ഇവർക്ക് സിനിമ കുറഞ്ഞിട്ടുണ്ടാവും. ആ സിനിമ കുറയുന്ന സമയത്ത് നിലവാരം കുറഞ്ഞ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ചർച്ച നടത്തിയിട്ട് ഞാൻ ആളാണെന്നുള്ള വരുത്താനുള്ള പരിശ്രമം, ഇതും ഒരിക്കലും ഒരു കലാകാരന് ചേർന്നതല്ല, ഒരു സംഘടനാ പ്രവർത്തനം ഒട്ടും ചേർന്നതല്ല. അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ നാശത്തിന് വഴിവെക്കുന്നത് ഈ പറയുന്ന ആളുകളാണ്. അപ്പൊ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതിന് തകർച്ച ഉണ്ടാവില്ല എന്ന് പറയുന്നവരും ഓൾറെഡി തകർന്നു പോയി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അങ്ങനെ പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പൊ മോഹൻലാലിനെ പോലുള്ള കലാകാരന്മാർ പറഞ്ഞത് അവർ സത്യത്തിന്റെ മുഖമാണ് പറയുന്നത്. അത് തകരരുന്നുള്ള ആഗ്രഹം അല്ല, കൊണ്ടാണ്. മോഹൻലാൽ ഇതിലൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ശ്വേതാ മേനോൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം പോയിട്ടുള്ളത് മോഹൻലാലായിരുന്നു. ആ ഒരു മീറ്റിങ്ങിനൊക്കെ ശേഷം ആദ്യം അവിടുന്ന് പോകുന്നത് മോഹൻലാൽ തന്നെയായിരുന്നു. അതെ, അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരത്തിൽ വലിയ കലാകാരന്മാർ അധികം സമയം ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. ഉം. പക്ഷെ മറിച്ച് സംഘടനയോട് താല്പര്യമില്ലാത്ത പലരുടെയും ടാർഗറ്റ് ഈ സംഘടനയെ എൻകാഷ് ചെയ്യലാണ്. അങ്ങനെ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആളുകളാണ് അവിടെ ഇന്നത്തെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.